തലപ്പാടി നസ്രേത്ത് മാർത്തോമ ഇടവക അതിന്റെ ചരിത്രത്തിൽ 125 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ച് ഒരു ചെറിയ വിശ്വാസ സമൂഹം ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചാരംഭം കുറിച്ച നസ്രേത്ത് ഇടവക ഈ തരുണത്തിൽ തങ്ങളുടെ തലമുറകളിലേക്ക് വിശ്വാസത്തിന്റെ അഗ്നി പടർത്തിയ പൂർവ്വ മാതാപിതാക്കളെ നന്ദിയോടെ സ്മരിക്കുന്നു. നാളിതുവരെ ഈ വിശ്വാസത്തിൽ നിലനിർത്തിയ ദൈവമേ നന്ദി. ഇനിയും നയിച്ചാലും അചഞ്ചലമായ വിശ്വാസത്തിൽ നിലനിർത്തിയാലും എന്ന പ്രാർത്ഥനയോടെ തലപ്പാടി നസ്രേത്ത് മാർത്തോമ ഇടവകയുടെ ശതോത്തര രജത ജൂബിലി പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊള്ളുന്നു. ശതോത്തര രജത ജൂബിലി വർഷം സമുചിതമായി കൊണ്ടാടണമെന്ന കൈസ്ഥാന സമിതിയുടെ നിർദ്ദേശത്തിന് 2023-24 വർഷത്തെ വാർഷിക പൊതുയോഗം സർവാത്മന പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തു. 2024-25 വർഷത്തെ കൈസ്ഥാന സമിതിയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശതോത്തര രജത ജൂബിലി സബ് കമ്മിറ്റിയും ശതോത്തര രജത ജൂബിലി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയുണ്ടായി. ശതോത്തര രജത ജൂബിലി ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി ഇടവകയിലെ ഭവനങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി 2024 ജൂലൈ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ ശനിയാഴ്ച രാവിലെ 7 മണി വരെ ഒരു ചെയിൻ പ്രെയർ ക്രമീകരിച്ചിരുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതോത്തര രജത ജൂബിലി പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക ചിന്താവിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന കൈസ്ഥാന സമിതി നിർദ്ദേശമനുസരിച്ച് ഇടവക ജനങ്ങളിൽ നിന്ന് ചിന്താവിഷയങ്ങൾ സ്വീകരിക്കുകയും ആയവ ക്രോഡീകരിച്ച് യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ് ഗ്രോ ഇൻ ഫെയ്ത്ത് എന്ന വിഷയം സബ് കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും കൈസ്ഥാന സമിതി അതിന് അംഗീകാരം നൽകുകയും ചെയ്തു. അതോടൊപ്പം ഈ ചിന്താവിഷയം, ഇടവകയുടെ പേര് എന്നിവ ഉൾപ്പെടുത്തി ശതോത്തര രജത ജൂബിലി ലോഗോ ഇഞ്ചക്കാട് ശ്രീമതി അനുനോബിൻ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് കളമ്പുകാട്ട് ശ്രീ ജേക്കബ് കെ ജോഷുവ ശതോത്തര രജത ജൂബിലി ഗാനം രചിക്കുകയും പൂപ്പടക്കല്ലുപാലത്തിങ്കൽ ശ്രീ നിക്കു തോമസ് ഈണം നൽകുകയും പശ്ചാത്തല സംഗീതം ഒരുക്കുകയും ചെയ്തു. 125 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നമ്മുടെ ഇടവകയുടെ ആദ്യ ദേവാലയമായ വെള്ളിക്കുട്ടപ്പള്ളിയിൽ ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് കാലാനുസൃതമായ നവീകരണ പണികൾ ചെയ്യുന്നതിന് കൈസ്ഥാന സമിതി തീരുമാനിക്കുകയും ഇടവക ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി 2 മാസം കൊണ്ട് 14,58,951 രൂപ ചെലവിൽ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഇടവകയുടെ ശതോത്തര രജത ജൂബിലി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 2024 ജൂലൈ മാസം 27-ാം തീയതി ശനിയാഴ്ച നടത്തപ്പെട്ടു. അന്നേ ദിവസം രാവിലെ 8 മണിക്ക് വെള്ളിക്കുട്ട ദേവാലയത്തിൽ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം വെള്ളിക്കുട്ട ദേവാലയത്തിൽ നിന്നും തലപ്പാടി പള്ളിയിലേക്ക് ഒരു വിശ്വാസ വിളംബര ഘോഷയാത്ര ക്രമീകരിച്ചിരുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ അണിനിരുന്ന പ്ലോട്ടുകൾ, വേദപുസ്തക കഥാപാത്രങ്ങളെ ഓർമ്മപ്പെടുത്തിയ കുഞ്ഞുങ്ങൾ, സേവികാ സംഘാംഗങ്ങൾ, ഗായക സംഘാംഗങ്ങൾ, യുവജനങ്ങൾ, പ്രായത്തെ മറന്ന് ഘോഷയാത്രയ്ക്കൊപ്പം ചേർന്ന ഇടവകയിലെ മുതിർന്ന അംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചപ്പോൾ ഈ വിശ്വാസ വിളംബര യാത്ര തലപ്പാടി നസ്രേത്ത് മാർത്തോമ ഇടവകയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കുകയായിരുന്നു. 11:30 തലപ്പാടി പള്ളിയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ഇടവക വികാരി റവറൻ എബ്രഹാം സി മാത്യു അധ്യക്ഷത വഹിക്കുകയും ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എംപിയും ശതോത്തര രജത ജൂബിലി ലോക പ്രകാശനം വെരി റവറൻ മാത്യു ജോൺ കശീശയും നിർവഹിച്ചു. ഒരു വർഷം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലി പരിപാടികൾ ഇടവകയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രമീകരിക്കപ്പെട്ടു. ഇടവക വികസന സംഘത്തിന്റെ നേതൃത്വത്തിൽ 2024 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30 ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന വിഷയത്തിൽ ഒരു സെമിനാർ തലപ്പാടി പള്ളിയിൽ ക്രമീകരിച്ചു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടീം സെമിനാറിന് നേതൃത്വം നൽകി. ഇടവക യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ 2024 ഓഗസ്റ്റ് മാസം 26-ാം തീയതി ഗ്രാൻഡ് ക്വസ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ നടത്തപ്പെട്ടു. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ മാർത്തോമ ഇടവകകളിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് 36 ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇടവകയുടെ ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഹെവൻലി കോഡ്സ് എന്ന ഗാനസന്ധ്യ 2024 സെപ്റ്റംബർ മാസം 21-ാം തീയതി
ശനിയാഴ്ച വൈകിട്ട് 6:30 തലപ്പാടിപ്പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. DSMC തിരുവല്ല, പ്രൊവിഡൻസ് മിഷൻ വോയ്സ് കുമ്പനാട്, സെന്റ് ആൻഡ്രൂസ് CSI കൊയർ മച്ചുകാട്, ഇടവകയിലെ മുൻ ഗായക സംഘാംഗങ്ങൾ ചേർന്നുള്ള ഗായക സംഘം, ഇടവക ഗായക സംഘം എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. DSMC ഡയറക്ടർ റവറൻ ഉമ്മൻ കെ ജേക്കബ് സന്ദേശം നൽകി. ക്രൈസ്തവ ഗാന മേഖലയിൽ അനേകം ഗാനങ്ങൾ സംഭാവന നൽകിയ ശ്രീ PD ജോണിനെ ഇടവകയായി ഇത്തരുണത്തിൽ ആദരിക്കുകയുണ്ടായി. ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നടത്തപ്പെട്ട റിവൈവൽ ഫെലോഷിപ്പിന്റെ ആദ്യ കൂടിവരവ് 2024 സെപ്റ്റംബർ 29 ഞായറാഴ്ച വൈകിട്ട് 6:30 തലപ്പാടിപ്പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. റവറൻ സജി വർഗീസ് കോശി മുഖ്യ സന്ദേശം നൽകി. രണ്ടാമത് കൂടിവരവ് ഡിസംബർ 29 വൈകിട്ട് 6:30 നടത്തപ്പെട്ടു. റവറൻ സാം ടി കോശി വചന ശുശ്രൂഷ നിർവഹിച്ചു. ഇടവകയിലെ എല്ലാ ഭവനങ്ങൾക്കും ഇടവകയുടേതായ ഒരു സ്നേഹോപഹാരം നൽകണമെന്ന സബ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന് കൈസ്ഥാന സമിതി അംഗീകാരം നൽകുകയും ഏറെ കൂടിയാലോചനകൾക്ക് ശേഷം ഇടവകയുടെ പേരും ശതോത്തര രജത ജൂബിലി ലോഗോയും ആലേഖനം ചെയ്ത 350 രൂപ വില വരുന്ന അജന്ത ക്ലോക്ക് ഉപഹാരമായി നൽകുന്നതിന് കൈസ്ഥാന സമിതി തീരുമാനിക്കുകയും ചെയ്തു. ഇടവകയുടെ ശതോത്തര രജത ജൂബിലി വർഷത്തെ കുടുംബ സംഗമം ഒരുമ 2024 ഒക്ടോബർ 2 ബുധനാഴ്ച രാവിലെ 8:30 മുതൽ വൈകുന്നേരം 7 മണി വരെ ആലുവ ശാന്തിഗിരി ആശ്രമത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഇടവക ക്രമീകരിച്ചതായ 5 ബസ്സുകളിലായി 252 പേർ കുടുംബസംഗമത്തിന് എത്തിച്ചേരുകയുണ്ടായി. ഇടവക മിഷന്റെ നേതൃത്വത്തിൽ ശതോത്തര രജത ജൂബിലി പ്രതിഭാ സംഗമം ഒക്ടോബർ 21 ഞായറാഴ്ച രാവിലെ 10:30 മുതൽ തലപ്പാടിപ്പള്ളിയിൽ നടത്തപ്പെട്ടു. പ്രാർത്ഥനാ ഗ്രൂപ്പുകളായി തിരിച്ച് സോളോ, പാഠം വായന, പ്രസംഗം, വാക്യമെഴുത്ത്, ഗ്രൂപ്പ് സോങ് എന്നീ മത്സരങ്ങൾ നടത്തപ്പെട്ടു. ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് ഇടവക സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ ജൂബിലേറ്റ് 2024 എന്ന കലാസന്ധ്യ 2024 നവംബർ 23 ഞായറാഴ്ച വൈകിട്ട് 6:30 മുതൽ സൺഡേ സ്കൂൾ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ നടത്തപ്പെട്ടു. സൺഡേ സ്കൂൾ അധ്യാപകരും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒരുമിച്ച് കൈകോർത്തപ്പോൾ ജൂബിലേറ്റ് 2024 എന്ന കലാസന്ധ്യ ഒരു വേറിട്ട അനുഭവമായി മാറുകയായിരുന്നു. ഇടവകയുടെ നവതിയോടനുബന്ധിച്ച് 1994 സ്ഥാപിതമായ അമീനൂർ ചാപ്പൽ ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് കാലോചിതമായി നവീകരിക്കുകയുണ്ടായി. ഇടവകയുടെ ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് ഇടവകയിലെ മുൻ വികാരിമാരെ ഇടവകയിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായി ക്ഷണിക്കുകയും തദവസരത്തിൽ യഥോചിതം ആദരിക്കുകയും ചെയ്യുകയുണ്ടായി. ശതോത്തര രജത ജൂബിലി വർഷത്തിൽ ഇടവക കൈസ്ഥാന സമിതി അംഗങ്ങൾ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന് കീഴിലുള്ള വട്ടവട മിഷൻ ഫീൽഡ് സന്ദർശിക്കുകയും ആയുധിന്റെ പ്രവർത്തനങ്ങൾക്കായി 1,00,000 രൂപ ആദ്യ ഗഡുവായി അഭിമന്യ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിക്ക് കൈമാറുകയും ചെയ്തു. ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 10 ഡയാലിസിസ് രോഗികൾക്ക് ഒരാൾക്ക് 5 ഡയാലിസിസ് സൗജന്യമായി ലഭിക്കത്തക്ക വിധം 50,000 രൂപ മാങ്ങാനം മന്ദിരം ആശുപത്രി അധികൃതർക്ക് ഡിസംബർ 22 കൈമാറുകയുണ്ടായി. അതോടൊപ്പം ഇടവകയുടെ പരിധിയിൽ വരുന്ന ഒരു വീടിന്റെ മേൽക്കൂര വാർത്ത നൽകുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് 2,78,974 രൂപ ചെലവഴിക്കുകയും ചെയ്തു. നസ്രേത്ത് മാർ തോമസ് സേവിയ സംഘത്തിന്റെ നേതൃത്വത്തിൽ 2025 മാർച്ച് 9 ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ജീവിതശൈലി രോഗങ്ങളെ യോഗ, ആയുർവേദം എന്നീ ശാസ്ത്രവിധികളിലൂടെ എങ്ങനെ നേരിടാമെന്ന വിഷയത്തിൽ ഡോക്ടർ അഖിൽ ടോം മാത്യു പ്രായോഗിക പരിശീലനം നൽകി. ശതോത്തര രജത ജൂബിലി ഇടവക കൺവെൻഷൻ 2025 മാർച്ച് 20, 21 തീയതികളിൽ നടത്തപ്പെട്ടു. റവറൻ ഡോക്ടർ PP തോമസ്, ശ്രീമതി മെർലിൻ ടി മാത്യു എന്നിവർ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ശതോത്തര രജത ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് ഇടവക യുവജന സഖ്യം സമൂഹത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന മയക്കുമരുന്നുൾപ്പെടെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ ബോധവൽക്കരണമെന്ന ലക്ഷ്യത്തോടെ 2025 മാർച്ച് 22 വൈകിട്ട് 4:30 മണിക്ക് ബോധവൽക്കരണ റാലിയും
പൊതുസമ്മേളനവും വിവിധ കലാപരിപാടികളും മണർകാട് കവല കേന്ദ്രമാക്കി നടത്തുകയുണ്ടായി. ഇടവകയുടെ 125 വർഷത്തെ ചരിത്രം, ശതോത്തര രജത ജൂബിലി പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ശതോത്തര രജത ജൂബിലി സ്മരണിക പ്രസിദ്ധീകരണത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നസ്രേത്ത് സീനിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് നടത്തപ്പെടുന്ന നസ്രേത്ത് ചരിതം എന്ന പരിപാടിയോടുകൂടി നസ്രേത്ത് മാർത്തോമ ഇടവകയുടെ ശതോത്തര രജത ജൂബിലി എന്ന നാഴികക്കല്ലും പിന്നിടുകയാണ്. വ്യാപരിച്ച ദൈവകൃപയ്ക്ക് നന്ദി. 1 വർഷം നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇടവക വികാരി റവറൻ എബ്രഹാം സി മാത്യു, കൈസ്ഥാന സമിതി അംഗങ്ങൾ, സബ് കമ്മിറ്റി അംഗങ്ങൾ, ഏക മനസ്സോടെ ചേർന്നു നിന്ന് പ്രവർത്തിച്ച ഇടവക ജനങ്ങൾ ഏവർക്കും നന്ദി. വളരെ ആകസ്മികമായി ഉണ്ടായ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ഇടവക സന്ദർശനത്തിലൂടെ സാന്ത്വനം പകർന്ന ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ഇടവകയെ ചേർത്ത് പിടിച്ച ഭദ്രാസന വികാരി ജനറലായിരുന്ന വെരി റവറൻ മാത്യു ജോൺ കശീശ എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരമായി ക്രിസ്തു എന്ന തലയോളം വളരാൻ പുതിയ നിയോഗങ്ങൾ തേടി നസ്രേത്ത് ഇടവക അതിന്റെ യാത്ര തുടരുന്നു.